ഇന്ന് 28th April. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന ഗോൾഡിന്റെ പെർഫോമൻസ് ആണ്. ഗോൾഡിൽ 5 മിനിറ്റിലോ ടൈം ഫ്രെയിമിൽ വന്ന ട്രേഡിന്റെ പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. അത് ആ ഒരു ട്രേഡ് നമുക്ക് എങ്ങനെ എടുക്കാമെന്നുള്ള, അതുപോലെ അതിന്റെ റീ എൻട്രി എങ്ങനെ എടുക്കാമെന്നുള്ള ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സോഫ്റ്റ്വെയർ, ഈ ഒരു സോഫ്റ്റ്വെയർ ഇരിക്കുന്ന മെറ്റാഡേറ്റ ഫോണിലാണ്. അപ്പൊ നമ്മൾ ഇത് ഡയറക്റ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ആക്കി തരും. നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം MT4 MT5 ഏതാണ് ആ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയി ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു 80-90% ആക്യുറേറ്റ് ആണ്, കൺഫേം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം ഫ്രെയിം ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. നമുക്ക് ഏത് ടൈം ഫ്രെയിമിലാണോ ആ ടൈം ഫ്രെയിമിലോട്ട് ഇത് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ കൂടുതൽ അറിയാൻ എൻ്റെ ഒരു ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ ഈ നമ്പറിൽ. യൂസ്ഡ് 5 മിനിറ്റ് വന്ന ട്രേഡ് ആണ്. 5 മിനിറ്റ് നമുക്ക് രാവിലെ ഒരു പ്രീവിയസ് ഡേ ഒരു ബൈയുടെ കണ്ടിന്യൂഷൻ ആണ്. റെസിസ്റ്റന്റ് രാവിലെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കൊരു ബൈ സൈഡ് എൻട്രി ഉണ്ടായിരുന്നു. ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഇന്ത്യൻ ടൈം ഈ ഒരു സെല്ല് വന്ന് നടക്കുന്നത് 6 മണിക്ക് ശേഷം വന്ന ട്രേഡ് ആണ്. അവിടെ നമുക്ക് കൺഫർമേഷൻ കിട്ടിയെന്ന് വെച്ചാൽ താഴത്തെ കൺഫർമേഷൻ കിട്ടി, ഈ ഒരു ലെവലിൽ നിന്നാണ് കൺഫർമേഷൻ കിട്ടിയത്. അവിടെ വെച്ചാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. കണ്ട സപ്പോർട്ട് എടുത്ത ശേഷം നല്ല രീതിയിൽ മാർക്കറ്റ് ഒരു ഫോളിലോട്ട് പോയി. നല്ലൊരു ഫോൾ ആയിരുന്നേ. അത് എപ്പോഴും കണ്ടിന്യൂ ആണ് കേട്ടോ. ഇപ്പൊ ടൈം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ടൈം ഇത് 1 മണിയായി കേട്ടോ. അപ്പൊ നമുക്ക് 2 കൺഫർമേഷൻ ഉണ്ടായ, പ്രൈസും സെൻസോൺ ആയിരുന്നു. നമുക്ക് സോഫ്റ്റ് തന്ന ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്ത് നിൽക്കുകയാണ്. അതായത് നമുക്ക് രാവിലെ നോക്കുകയാണെങ്കിൽ നല്ലൊരു എൻട്രി സോഫ്റ്റ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നല്ല പ്രോഫിറ്റ് നമുക്ക് ഇതിനകത്ത് എൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ടാർഗറ്റ് വന്ന ശേഷം, ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് മാറി എന്ന് വിചാരിക്കാം. അതിനുശേഷം മാർക്കറ്റ് പിന്നെയും കണ്ടിന്യൂഷൻ സെയിം ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് റീ എൻട്രി എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഇവിടെ വരുന്ന റീ എൻട്രി നോക്കേണ്ടത് ഇവിടെ കണ്ടോ, മാർക്കറ്റ് അതിന്റെ സപ്പോർട്ട് ലെവൽ എടുക്കുന്ന ലെവൽ വെച്ച് നിങ്ങൾ റീ എൻട്രി എടുക്കാവുന്നതാണ്. ഇനിയിപ്പോ അടുത്ത് നമുക്കൊരു റീ എൻട്രി എടുക്കുകയാണെങ്കിൽ, അടുത്ത സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ റീ എൻട്രി എടുക്കാം.